ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അബി തന്നെയാണ് ചേച്ചി എന്ന് പറയുന്നുണ്ട്. അബിയാണോ ഒത്തിരി ആണോ? ഹായ് ബിജി, ദീപ പറ. ഇവിടെ എല്ലാവരും പറഞ്ഞു നീ എൻ്റെ മുഖത്തിന് എന്തോ പറ്റി, ഈ ക്യാമറ ഇങ്ങനെ സൂമായിട്ടിരിക്കുന്നു, മത്തങ്ങ പോലെ ഇരിക്കുന്നു. ചേച്ചി മുത്തേ തങ്കമേ, ലൈവ് കഴിഞ്ഞില്ലല്ല ദീപ ചേച്ചി. പിന്നെ ഇന്നലെ നിന്റെ മുഖം ഒരുമാതിരി പറഞ്ഞിരുന്നില്ല, അതുപോലെ ഇന്നടി എൻ്റെ മുഖം, ഇന്ന് എൻ്റെ മുഖം വരുന്നു. യൂട്യൂബ് മാമിന് എന്തൊരു കുഴപ്പം നമ്മൾ ചെയ്യണമെന്ന് തോന്നുന്നു. എല്ലാവരും താഴെ നോക്കി നടക്കുക വേറെ അതല്ലേ ഹോസ്പിറ്റൽ ആണോ? എന്തുപറ്റി നിനക്ക്? രാവിലെ മുതൽ എനിക്ക് തലവേദനയായിരുന്നടി. ട്രിപ്പുണ്ടോ? അയ്യോ, മറ്റേ ഫോണിൽ വീഡിയോ കോൾ വിളി, പറ്റിയുണ്ടെങ്കിലും. നന്ദുമോളെ മുത്തുമണിയെന്ന് പറയുന്നുണ്ട്. എൻ്റെ മുഖം ഇങ്ങനെ പരന്ന് ചപ്പി ഇരിക്കുവാന്ന്, എന്തോ ഒരു ക്യാമറയുടെ പ്രശ്നമായിട്ട്. നമ്മൾ ഇത് രാധു ലൈവ് ചെയ്യുന്ന സമയം ഞാൻ പറഞ്ഞില്ലേ, എറിൻ്റെ അടുത്ത് വന്ന് രാധുവിൻ്റെ ലൈവിൽ പോയപ്പോൾ രാധു കരയുവാന്നു. അത് ഇതാ എനിക്ക് വയ്യാതായി ഇതാ. അല്ലെങ്കിൽ നമ്മളൊരു മത്തൻ തന്നെ ആണല്ലോ. അതെ അതെ, വാട്ടർ മെലൺ. ഇത് രാധു വിളിക്കുന്നത്. യൂ എൻ്റെ കൊച്ച്. അയ്യോ, എന്നാ പറ്റി ഇത്ര പെട്ടെന്ന്? ബി പി കുറഞ്ഞോ? ആര് വന്നേ? കൂൾ. രാധു ട്രിപ്പിട്ട് കിടക്കുന്നു ഹോസ്പിറ്റലിൽ. ദീപ ചേച്ചി മുത്തേ, ബി ചേച്ചിക്ക് അഭിമോന മതി, എനിക്ക് ദീപ ചേച്ചി ഉണ്ട് എന്ന് പറയുന്നത്. അയ്യോ തന്നെ, എനിക്ക് പേടിയാവണ്. ഹായ് ബി ചേച്ചി, ഞാൻ അഭിയാണ്, ലക്കി അശ്വൻ വണ്ടി ഓടിക്കുകയാണ്. വാട്ട് ഹാപ്പൻഡ്? അവൾ ലൈവ് ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഒരുമാതിരി ചുമയൊക്കെ വന്നിട്ട് കറങ്ങിങ്ങനെ വന്നിരുന്നു. ഞാനെന്താന്ന് ഓർത്ത്, എന്താ പാടെന്ന് ഓർത്തിട്ട് റീഡ് ലൈവ് ഇപ്പുറത്തുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ വിളിച്ചപ്പോൾ ഫോണും എടുത്തില്ല. അപ്പോൾ പറഞ്ഞു എനിക്ക് ഒരുമാതിരി വരുന്നു, ശ്വാസം കിട്ടുന്നില്ല, എനിക്ക് ഒരുമാതിരി എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അത് ട്രിപ്പിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ നല്ല ബ്ലോക്കാണ്. ആണോ? ഇവിടെയും നല്ല കുഴപ്പമാണ് എൻ്റെ ഫോണ്. നോക്ക്, ഞാൻ ഇങ്ങനെ ഒരുമാതിരി ഈ ക്യാമറയിൽ എന്തോ പ്രശ്നം ലൈവ് ഇട്ട സമയത്ത് ഒന്നുമില്ല, ആൾ കാണൂല. ഇല്ലെങ്കിൽ ഇവിടെ ക്യാമറയിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ഇല്ലെങ്കിൽ നെറ്റ് കിട്ടൂല, എനിക്കറിയത്തില്ല. ഇപ്പോൾ എന്താ അവിടെ എല്ലാവരും പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുവാണ്. രാവിലെ വൈകുന്നേരം ലൈവ് ഇട്ടുന്ന സമയത്ത് ലാസ്റ്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കുറേ സമയം മാറി ഇരുന്നിട്ട് വൊമിറ്റ് ചെയ്തിട്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നു. ലോ ബി പി ഇതാക്കുന്നുണ്ടോ? ഇത് ഹൃദയമെടുപ്പിൻ്റെ പ്രശ്നമുണ്ടോ അവൾക്ക്? സന്ദീപ് ആശൻ വണ്ടി ഓടിക്കല്ലോ, ഉറക്കാണോ? ആ ഉറങ്ങട്ടെ ഉറങ്ങട്ടെ, കൊച്ചിന് ഉണത്തണ്ട കേട്ടോ, സൗണ്ട് കുറച്ച് കേൾക്കും. രാധു രാധു പെണ്ണേ, ചേച്ചി ആകെ കറുത്തു പോയല്ലോ, സ്വറവും പോയി കറുത്തു പോയാടാ. ഇവിടെ എന്തിനാടാ ഇങ്ങനെ കണ്ടിച്ചോരില്ലാത്ത വർത്താനം പറയണത്? കറുത്തോ? ഞാൻ രമേശേട്ടാ നാളെ തന്നെ ബ്യൂട്ടി പാർലറിൽ പോകണം. രാധു ആരാണ് ചേച്ചി? രാധുവോ? എൻ്റെ അനിയത്തിയാണ്, അറിയത്തില്ലേ? രാധിക കൃഷ്ണൻ. രാധിക കൃഷ്ണൻ അറിയില്ലേ? രാവിലെ 10 മണിക്ക് ലൈവുണ്ട്, വൈകുന്നേരം 7 മണിക്ക് ലൈവുണ്ട്. അതൊന്ന് അടിച്ചു നോക്കിയാൽ മതി, രാധിക കൃഷ്ണൻ ഒന്നും. ഇല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഇട്ട ഷോർട്സിനകത്ത് അവളെ കമൻ്റ് ഉണ്ട്. രാവിലെ 7 മണിക്ക് കിടന്നതാണ് ഇത്. അയ്യോ, അങ്ങനെ അത്ര ഉറക്കമാണ്. ബി ചേച്ചി മുത്തേ സുന്ദരി, ഇതോക്കടി ഫ്രാൻസിസ് ഒന്നും തന്നെ കറുത്തു പോയത്. എനിക്ക് പക്ഷേ കയറാൻ പറ്റില്ല, ഞാൻ വോക്കിങ്ങിന് പോയിരിക്കുകയായിരുന്നു. ആണോ? ആഹാ. ഷാനിമോളെ ലൈവിലേക്ക് സ്വാഗതം. ദീപാന്ന് വിളിക്കുന്നുണ്ട്. നന്ദുമോളെ, അഭിമോനെ നീ ലൈവ് ഇടണമെന്ന് വിചാരിച്ചാണ്. മോള് വഴക്കും പറഞ്ഞു, അമ്മയ്ക്ക് വയ്യാത്തല്ലേ ലൈവ് ഇടണ്ട. ഞാനിക്ക് രാവിലെ മുതൽ എൻ്റെ ലൈവിൽ നോക്ക്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളവിടെ ക്യാമറയാണോ നോക്കുന്നത്? ഇതിനല്ലേ വിളിച്ചത്? ഞാൻ എൻ്റെ ക്യാമറയുടെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ ലൈവിന് നോക്ക്, മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നു. നീ നോക്കി കേട്ട് നോക്കി. 2 ദിവസം മുമ്പ് ഒരുപാട് ചേച്ചപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചു, ഞാൻ പിടിച്ചു എന്നുള്ളത്. ആ, നമ്മൾ ഒരുപാട് അങ്ങനെയും വരും. അതല്ലേ പറഞ്ഞത്, എല്ലാവരും പറഞ്ഞത് എന്താണ്? അതവിടെ ഇട്ടിട്ട് കുഴപ്പമില്ല. എൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് വന്നു, രഥു.